ഗൈസ് നമ്മുടെ AFC ക്ലബ് കോമ്പറ്റീഷൻസിലൊക്കെ ഒരു റീവാമ്പ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അത് സംഭവിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത വന്ന സമയത്ത് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതാണ്. എന്നാൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ക്ലബ്സിന് എവിടേക്കാണ് സ്ലോട്ട് കിട്ടുന്നത്, എവിടേക്കാണ് കളിക്കാൻ പോകുന്നത്, ആരൊക്കെ കളിക്കാൻ പോകും, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയാം. നമുക്കറിയാലോ ഇത്രയും നാൾ ഉണ്ടായിരുന്നത് രണ്ട് കോമ്പറ്റീഷൻസ് ആയിരുന്നു. ഫസ്റ്റ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AFC ചാമ്പ്യൻസ് ലീഗും, സെക്കൻഡ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AFC കപ്പുമായിരുന്നു. നമ്മുടെ രണ്ട് ഈ ടൂർണമെൻറ്റുകളിലും നമ്മുടെ ഇന്ത്യൻ ക്ലബ്സ് കളിച്ചിരുന്നു എന്നുള്ളതാണ്. 3 ക്ലബ്ബുകളായിരുന്നു കഴിഞ്ഞ വർഷം വരെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ക്ലബ്സ് കളിക്കാൻ ഉണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ AFC ചാമ്പ്യൻസ് ലീഗ് 40 ക്ലബ്ബുകളായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ഇന്ത്യൻ ക്ലബിന് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. മുംബൈ സിറ്റി FC ആണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ FC ഗോവയാണ് ആദ്യമായിട്ട് AFC ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇനി പറഞ്ഞ പോലെ AFC കപ്പിൽ മറ്റ് ടീമുകൾ കളിച്ചിരുന്നു. നേരത്തെ ഒരു സ്ലോട്ട് കൊടുത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ISL ഷീൽഡ് വിന്നേഴ്സിനായിരുന്നു AFC ചാമ്പ്യൻസ് ലീഗിലേക്കുള്ളൊരു സ്ലോട്ട്. അതുപോലെ ISL കപ്പ് വിന്നേഴ്സിന് AFC കപ്പിൻ്റെ പ്ലേ ഓഫ് കളിക്കാനുള്ളൊരു സ്ലോട്ടും, അതുപോലെ സൂപ്പർ കപ്പ് വിന്നേഴ്സിന് ഗ്രൂപ്പ് സ്റ്റേജ് ഓഫ് AFC കപ്പുമായിരുന്നു കിട്ടിയിരുന്നത്. എന്നാൽ ഇനി 3 സ്ലോട്ടുകൾ ഉണ്ടാവില്ല, 2 സ്ലോട്ടുകളെ ഉണ്ടാകൂ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് എന്ന് പറയുന്ന ടോപ്പ് ടയർ കോമ്പറ്റീഷനിൽ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് ഒരു യോഗ്യത ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ 40 ക്ലബ്ബുകൾക്കായിരുന്നല്ലോ ഈ ഒരു കളിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നത്. എന്നാൽ അത് അവർ കുറയ്ക്കുന്നു, അത് 24 കുറയ്ക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ വരുമ്പോൾ വെസ്റ്റ് റീജിയനിൽ നിന്നും ഈസ്റ്റ് റീജിയനിൽ നിന്നും 12 ക്ലബ്ബുകൾക്ക് വീതമായിരിക്കും കളിക്കാൻ സാധിക്കാം. അതുമാത്രമല്ല MA റാങ്കിങ്ങിൽ ആദ്യത്തെ 6 സ്ഥാനം വരുന്ന രാജ്യങ്ങൾ, അതായത് ഈസ്റ്റ് റീജിയനിൽ ആൻഡ് വെസ്റ്റ് റീജിയനിൽ, അപ്പോൾ നമ്മൾ വെസ്റ്റ് റീജിയനിലാണുള്ളത്. അപ്പോൾ വെസ്റ്റ് റീജിയനിൽ MA റാങ്കിങ് അല്ലെങ്കിൽ ക്ലബ് റാങ്കിങ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇന്ത്യ ആദ്യ 6 ഇല്ല, ഇന്ത്യ 9ാം സ്ഥാനത്താണുള്ളത്. അതുകൊണ്ട് തന്നെ AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇന്ത്യക്ക് ഒരു യോഗ്യത കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി ഫ്യൂച്ചറിലൊക്കെ കിട്ടിയേക്കാം. നമ്മുടെ ഒരു ക്ലബ് കോമ്പറ്റീഷനിലുള്ള പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്തി നമ്മുടെ റാങ്കിങ് ഒക്കെ ഉയർത്തി കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇന്ത്യക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ക്ലബിന് ഇത്തവണ അവിടെ കളിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ AFC ചാമ്പ്യൻസ് ലീഗ് 2 എന്ന് പറയുന്ന സെക്കൻഡ് ടയർ കോമ്പറ്റീഷനിൽ ഇന്ത്യൻ ക്ലബ്സിന് 2 സ്ലോട്ടുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഒന്ന് ISL ഷീൽഡ് വിന്നേഴ്സിനും, മറ്റൊന്ന് സൂപ്പർ കപ്പിൻ്റെ ഒരു ട്രോഫി വിൻ ചെയ്യുന്ന ടീമിനുമാണ് എന്നുള്ളതാണ്. അതായത് ISL ഷീൽഡ് വിന്നേഴ്സിന് ഡയറക്റ്റ് ACL 2ൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലേക്കുള്ളൊരു യോഗ്യത കിട്ടും. അതുപോലെ തന്നെ ഈ പറഞ്ഞ സൂപ്പർ കപ്പ് വിന്നേഴ്സിന് ഈ ACL 2ൻ്റെ പ്ലേ ഓഫിലേക്കും ഒരു യോഗ്യത കിട്ടും എന്നുള്ളതാണ്. 32 ടീമുകൾ മാറ്റിവയ്ക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിരിക്കും ഈ ഒരു ACL 2 എന്ന് പറയുന്നത്. തേർഡ് ടയർ കോമ്പറ്റീഷൻ ആയിട്ടുള്ള AFC ചലഞ്ച് ലീഗിലേക്ക് ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് കളിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. കാരണം 20 ക്ലബ്ബുകൾ കോമ്പീറ്റ് ചെയ്യുന്നൊരു ടൂർണമെൻ്റ് ആണ് ഇത് എന്നുള്ളതാണ്. അപ്പം അവിടെ ഒരു സാധ്യത എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ആണല്ലോ ACL 2ൻ്റെ പ്ലേ ഓഫ് കളിക്കാൻ പോകുന്നത്. അവർക്ക് പ്ലേ ഓഫ് വിജയിച്ച് ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് മുന്നേറാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ AFC ചലഞ്ച് ലീഗിൽ കളിക്കാനുള്ളൊരു അവസരം ഒരുങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ISLലെ കപ്പ് വിന്നേഴ്സിന് ഇനി മുതൽ ഈ പറഞ്ഞതുപോലെ ഒരു AFC കോമ്പറ്റീഷൻ കളിക്കാനുള്ളൊരു യോഗ്യത കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം നമുക്ക് ആകെപ്പാട് 2 സ്ലോട്ടുകളെ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യമാണ്, മുമ്പ് AFC കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൻ വൈസ് ആയിരുന്നു നടത്തിയിരുന്നത്. അതായത് ഗ്രൂപ്പ് സ്റ്റേജ് റൗണ്ടുകൾ ഇപ്പം സാഫ് റീജിയനിലുള്ള ടീമുകളായിരുന്നു കളിച്ചിരുന്നത്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് 2 ക്ലബ്ബുകൾ കാണും, ഒരു ബംഗ്ലാദേശി ക്ലബ്ബ് കാണും, ചിലപ്പോൾ ഒരു നേപ്പാളി, ചിലപ്പോൾ ഒരു മാൽദീവ്സ്, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഇപ്പം ACLൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് അതേപോലെ തന്നെ, അതായത് വെസ്റ്റും ഈസ്റ്റും മാത്രം തിരിച്ചിട്ട് ആയിരിക്കും നടക്കുക. പിന്നെ ആ ഒരു സെയിം ഫോമാറ്റൊക്കെ തന്നെ ആയിരിക്കും നടക്കുക എന്നുള്ളതാണ്. ആദ്യ 2 ടയർ, മൂന്നാമത്തെ ടയർ എങ്ങനെ ആയിരിക്കും നടക്കുന്നത് എന്നുള്ളത് അറിയത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് AFC ചലഞ്ച് ലീഗ് ഇനി പറഞ്ഞതുപോലെ പഴയ ഫോമാറ്റ് തന്നെ പിന്തുടരുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ടും കമ്പൽസറി സൈനിക.